ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് പുതിയ കിടിലം ഐറ്റമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല അടിപൊളി കപ്പപ്പുഴുക്കും മത്തിക്കറിയും. അതിനുവേണ്ടി മത്തിക്കുട്ടന്മാരെ ഒരുക്കി റെഡിയാക്കാൻ വേണ്ടി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കപ്പ പൊളിക്കാൻ ആരംഭിച്ചു. ഞാനും കുഞ്ഞും അമ്മയും കൂടി കപ്പ വേഗം പൊളിച്ചെടുത്തു. ഞാനും കുഞ്ഞും കപ്പ ആദ്യമായിട്ടാട്ടോ പൊളിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അമ്മ ഞങ്ങൾക്ക് എങ്ങനെ പൊളിക്കണ്ടേ എന്ന് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ഒരുവിധം ഞങ്ങളും കപ്പ പൊളിക്കാൻ പഠിച്ചെടുത്തു. അങ്ങനെ കറുത്തിരുന്ന നമ്മുടെ കപ്പക്കുട്ടന്മാരെ നമ്മൾ വെളുപ്പിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കപ്പയെടുത്ത് കൊത്തി നുറുക്കിയിട്ടു. കപ്പ നുറുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വായിലോട്ട് ഓരോന്ന് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. കൊത്തി നുറുക്കിയിട്ട കപ്പ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി നന്നായി കഴുകിയെടുത്തു. പിന്നീട് കഴുകി വെച്ച കപ്പ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളം നിറച്ചു കൊടുത്തു. ആ സമയം കൊണ്ട് ഞാൻ മുറ്റത്ത് പോയി കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള കാന്താരി പറിച്ചിട്ട് വന്നു. ഞാൻ കാന്താരി പറിക്കാൻ പോയ സമയം കൊണ്ട് കുഞ്ഞു കരിവേപ്പില പറിക്കാനും പോയി. അങ്ങനെ കാന്താരിയും കരിവേപ്പിലയും പറിച്ചുകൊണ്ട് ഞങ്ങൾ അടുക്കളയിലോട്ട് പോയി. പിന്നെ അടുപ്പ് കത്തിച്ച് അമ്മ അടുപ്പിലേക്ക് കപ്പ വെച്ചു. പിന്നീട് അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ നന്നായി തിളച്ചു വന്നതിന് ശേഷം ഞങ്ങൾ അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നീട് അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചു. നന്നായി വെന്തതിന് ശേഷം ആ കപ്പയിലെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തു. പിന്നീട് ചിരകി വെച്ചിരുന്ന തേങ്ങ, കരിവേപ്പില, കാന്താരിമുളക്, വെളുത്തുള്ളി, അല്പം ജീരകം വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇവയെല്ലാം ചേർത്ത് നന്നായി ചതച്ചെടുത്ത് ഊറ്റി വെച്ച കപ്പയിലോട്ട് ഇട്ടു. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ആവി കയറ്റി. നന്നായി ആവി വന്നതിന് ശേഷം മരത്തിൻ്റെ തവി കൊണ്ട് നന്നായി ഇളക്കി കൊടുത്തു. അങ്ങനെ നന്നായി കപ്പയൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ സ്വാദിഷ്ടമായ കപ്പപ്പുഴുക്ക് റെഡി. നന്നായി ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കണേ. ഇനി അടുത്തത് മത്തിക്കറിയിലേക്ക്. മത്തിക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടേ. പിന്നെ സൈഡിൽ കാണുന്നതെല്ലാം വറുക്കാനും. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് മത്തിക്കറി വെച്ച് നോക്കാൻ പോവാ കേട്ടോ. അതിനായി ചട്ടി വെച്ചു. പിന്നെ അതിൽ ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ചേർത്തു. ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ. എന്തായാലും കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉള്ളി നല്ലോണം ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് മുളക് പൊടിയും. ഇവിടെ വേറെ ഒരു പൊടികളും മീൻകറിക്ക് ഉപയോഗിക്കാറില്ല കേട്ടോ. ആകെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുതിർത്തി വെച്ച കൊടംപുളി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് അല്പം ചൂടുവെള്ളവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് തിളപ്പിച്ചു.
തിളച്ചു വന്ന ചാറിലോട്ട് മീനിട്ട് കൊടുത്തു. ആഹാ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു അല്ലേ? അപ്പോൾ മീൻ ഇട്ടിട്ട് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടേ. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ചു വെക്കുക. ഇനി 2 സാധനം കൂടി ബാക്കി കിടക്കുന്നുണ്ട്. പരഞ്ഞൽ വറുത്തതും മത്തി വറുത്തതും. പരഞ്ഞൽ വറുക്കുന്നതും മത്തി വറുക്കുന്നതും വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ കപ്പപ്പുഴുക്കും മത്തിക്കറിയും പരഞ്ഞൽ വറുത്തതും മത്തി വറുത്തതും റെഡി. അങ്ങനെ ഒരുമിച്ച് കഴിക്കാനായി അച്ഛൻ ഇലകൾ നിരത്തി. അമ്മ നിരത്തിയ ഇലകളിൽ കപ്പയും കറിയും വിളമ്പി. അങ്ങനെ എല്ലാം വിളമ്പിയ ശേഷം ഞങ്ങൾ ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കപ്പപ്പുഴുക്കും മീൻകറിയും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ കപ്പപ്പുഴുക്കും മീൻകറിയും ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.